ഏറ്റവും വലിയ തമാശ ഞാൻ ആന്റണിയുടെ ലെഗസിയും ആന്റണിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് കുറച്ച് കണ്ടുകൊണ്ടല്ലോ കെ സുധാകരനെ BJP-യിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയ ആൾ എന്ന ആന്റണി വിശേഷിപ്പിക്കുന്ന വാസ്തവത്തിൽ വലിയ തമാശ തോന്നുന്നുണ്ട്. രാഷ്ട്രീയ തമാശയാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ എന്താണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം. എന്തായാലും അങ്ങനെ ഒരു ടേക്ക് എടുക്കാനുള്ള ഒരു കാര്യം ഇപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് നല്ല തന്നെ. മറ്റൊരു കാര്യം കൂടിയുണ്ട് എസ്കെ, ഇതിൽ ഏറ്റവും പ്രധാനം സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഏറ്റവും വേണ്ടത് ഈ സമ്മർദ്ദ തന്ത്രം പരമാവധി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടു പിന്നീട് അധികാരം കിട്ടിയാൽ എന്തെങ്കിലും പദവി അത് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താണ് കേൾക്കുന്നത്? സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കേൾക്കുന്നു, BJP പിന്തുണയ്ക്കുമെന്ന് കേൾക്കുന്നു. സുധാകരൻ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ, ഈ കാലം കൊണ്ടുണ്ടാക്കിയ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം BJP-യുടെ പിന്തുണ സ്വീകരിക്കുമോ, സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ കണ്ണൂർ CPM-ന്റെ വലിയ കോട്ടയാണെന്ന് പറയുന്നത് പോലെ കോൺഗ്രസിനും സമാനമായ ഒരു പാരമ്പര്യം കണ്ണൂരിൽ ഉണ്ടെന്നേ. അപ്പോൾ അവിടെ നിന്ന് സുധാകരനെ പോലൊരു നേതാവ് കോൺഗ്രസിന്റെ ക്യാമ്പ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ഈ നിർണായക സാഹചര്യത്തിൽ സ്വതന്ത്രനാവുകയോ BJP പിന്തുണയോടെ മത്സരിക്കുകയോ ചെയ്താൽ ഗ്രൗണ്ടിലുള്ള കോൺഗ്രസ് എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. BJP-യുള്ള പതിത്തം എന്ന ആരാണെന്ന് പറയുന്നത്? ചെറിയ കാര്യം. BJP-ക്ക് നിലവിൽ കേരളത്തിൽ MLA ഉണ്ട്. BJP-ക്ക് കേരളത്തിൽ നിലവിൽ ഒരു MLA ഉണ്ട്. ആരാണെന്നറിയോ? നാട്ടുക MLA CC മുകുന്ദൻ. MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. BJP-യുടെ MLA ഞാൻ പോകട്ടെ. പക്ഷെ രാജിവെച്ചില്ലെങ്കിൽ അത് LDF-ന്റെ ക്യാമ്പിൽ പോയി MLA. BJP-യുടെ പതിത്വം ആർക്ക് പറയാനാണ് അവകാശം? ഒരു മന്ത്രിസഭ ഒന്നാകെ തകർത്ത് ഒരു സംസ്ഥാനത്തെ ഒന്നാകെ BJP-യുടെ പാളയത്തിലേക്ക് കൊണ്ട് കെട്ടിയിട്ട് ഈ പേരുകൾ വളരെ എണ്ണിയെടുത്ത് പറയാൻ കഴിയും ഒരു ചർച്ചയിൽ. പക്ഷെ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോയ ആളുകളുടെ പേരുകൾ അത്ര പെട്ടെന്ന് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞ BJP-യുടെ പതിത്വം ഇപ്പൊ ആർക്കെന്നാ ചോദിക്കുന്നത്? ആർക്കും പതിത്വം ഒന്നുമില്ല.